കഥകളി പ്രാക്ടീസിന് വേണ്ടി ഞാൻ പോവാണ്. ഞാൻ ഏകദേശം ഒരു സ്കൂൾ കാലം തൊട്ടേ കഥകളി പഠിക്കുന്ന ആളാണ്. ഞാൻ കുറേ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ ബേസ്ഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പ്രോഗ്രാംസിനൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. കോമ്പറ്റീഷൻസിനെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം MA വരെയും ഞാൻ സ്കൂൾ തലം മുതൽ ഞാൻ കോമ്പറ്റീഷൻസിന് പങ്കെടുത്തിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണപ്രസാദാണ് എൻ്റെ ഗുരു. അദ്ദേഹം യവൂരാണ് താമസിക്കുന്നത്. ഈ കഥകളിയോട് ആദ്യമൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡാൻസും ഇങ്ങനെ എല്ലാ കലകളും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അമ്പലത്തിലൊക്കെ ഉത്സവങ്ങളും അങ്ങനെയൊക്കെ വരുമ്പം എല്ലാത്തിനും പോവും. പാട്ട് കച്ചേരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടൊന്നും അധികം അറിയത്തൊന്നുമില്ല. എന്നാലും പാട്ട് കച്ചേരി വരെയും കേൾക്കാൻ പോവും. കഥകളി ദിവസമാണ് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നത്. കാരണം കഥകളി ദിവസം ഞങ്ങളെങ്ങും പോകത്തില്ല, വീട്ടിൽ കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ വീണ്ടും എല്ലാ പ്രോഗ്രാം പോവും. കഥകളി മാത്രമേ നമ്മൾ വേണ്ടെന്ന് വെക്കത്തുള്ളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാനൊരു 8ാം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേ കഥകളി പഠിക്കാനായിട്ട് തുടങ്ങി. അന്ന് സ്കൂൾ കോമ്പറ്റീഷനൊക്കെ വരുമ്പം ഐറ്റംസ് കൂടുതൽ വേണം, കലാത്തിലൊക്കെ ആകാനും ഒക്കെ ഐറ്റംസ് കൂടുതൽ വേണം. അങ്ങനെ സ്കൂളിൽ നിന്ന് എന്നെ കൂടുതൽ ഐറ്റംസിന് ഇറക്കി. അങ്ങനെ ഇറക്കിയ കൂട്ടത്തിൽ ഇറക്കിയ ഒരു ഐറ്റമാണ് കഥകളി. സത്യം പറഞ്ഞ കഥകളിയൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പം ഈ കഥകളിയൊക്കെ എങ്ങനെ പഠിക്കും, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അതിന് പതുക്കെ സാറ് വന്നു, പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. ചുവടൊക്കെ വെക്കുന്നതൊക്കെ ആദ്യമൊക്കെ ഒരു തമാശ പോലെ കണ്ടിട്ടുള്ളേ. അതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയത്തില്ല, പ്രായം അത്ര കൊച്ചല്ലേ. അങ്ങനെ വന്ന് കുറേ സാറിങ്ങനെ പഠിപ്പിച്ച് ഓരോ നിങ്ങൾ തന്നു കഴിഞ്ഞപ്പോൾ മുതല് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം പോലെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥന്റെ ഗുണം കൊണ്ടാണ് നമ്മൾ നന്നായിട്ട് അതിനെ സ്നേഹിക്കാൻ തുടങ്ങി. നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. ശരിക്കും പറഞ്ഞാൽ അത്രയും 2ാം ക്ലാസ് മുതൽ ഡാൻസ് കളിക്കുന്നുണ്ട്, മത്സരങ്ങളിലൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ ആണെങ്കിൽ പോലും കഥകളി പഠിച്ചു തുടങ്ങിയപ്പം അതൊരു പ്രത്യേകതയായിപ്പോയി എനിക്ക്. കാരണം പിന്നെ കഥകളിയായി കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. കഥകളി കളിക്കാനും കോമ്പറ്റീഷന് പോവുകയാണെങ്കിൽ പ്രൈസ് കിട്ടുക, അങ്ങനെയൊക്കെ കുറെ നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു എന്താ പറയുക, അതൊരു വലിയ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടങ്ങ് മാറി കഥകളി. അത്രത്തോളം കഥകളിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പഠിപ്പിക്കുന്ന സാറാണെങ്കിലും നമ്മളോട് വളരെ സ്നേഹമായിട്ട്, വഴക്ക് പറയുമെന്ന് ചോദിച്ചാൽ വഴക്ക് പറയും, അടിക്കുമെന്ന് ചോദിച്ചാൽ അടിക്കും. പക്ഷെ നമുക്ക് ഒന്നും ഒരു വിഷമമായിട്ട് വരത്തില്ല. നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ. നമ്മളറിയാതെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ അതൊരു ട്രിക്കാണ്, ഒരു ഗുരുവിന്റെ ഒരു ട്രിക്കാണ്. ഞങ്ങള് പഠിക്കുന്നവരെല്ലാം ഞങ്ങൾ പറയും, സാറിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് ശിഷ്യരെ നന്നായി വിശ്വസിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ആ മനുഷ്യൻ ചെയ്യുന്നത്. എനിക്കൊക്കെ ഏതെങ്കിലും ഒരു വേഷം ആണെങ്കിൽ ഏതാ കളിക്കുന്നേ, അടുത്ത മത്സരത്തിന് ഏതാ കളിക്കുന്നേന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, അയ്യോ എനിക്കറിയത്തില്ല, സാറ് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പം സാറ് പറയും ഒരു വേഷം. അപ്പം നമ്മളിൽ അത് ഭദ്രമായിരിക്കുമെന്ന് 100% അദ്ദേഹം വിശ്വസിച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കൃഷ്ണന്റെ വേഷമാണ് ഇറങ്ങിയത്. കൃഷ്ണന്റെ വേഷം ഇറങ്ങി ദുര്യോധനവധം കൃഷ്ണനായിരുന്നു. അതിന് ഞാൻ കോമ്പറ്റീഷനും സ്റ്റേറ്റ് ലെവലും എല്ലാം പോയി, പ്രൈസൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വേഷം കല്യാണ സൗന്ദര്യം ഭീമൻ ഇറങ്ങി. പിന്നെ അതിനുശേഷം കാലകേയവധം അർജുനൻ ഇറങ്ങി. അതൊക്കെ മത്സരങ്ങൾക്ക് ഇതായിട്ടുള്ള രീതിയിൽ. എനിക്ക് സ്ത്രീവേഷം കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പൊ സാറ് പറയും, എനിക്ക് സ്ത്രീവേഷം പറ്റില്ല, സ്ത്രീവേഷം ചെയ്താല് കോമ്പറ്റീഷന് അതൊരു പെൺകുട്ടി ഒരു പുരുഷവേഷം കളിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാ സാർ പറയുന്ന പോലെ അന്നൊക്കെ പൂതനാമോക്ഷം കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ആ കോമ്പറ്റീഷന് പോകുമ്പം പൂതനാമോക്ഷം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഫ്രണ്ടല്ല, അവിടെ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണ്. പൂതനാമോക്ഷം കളിച്ചു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ പൂതനാമോക്ഷം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞില്ല, പുരുഷവേഷം തന്നെ കളിക്കണം.
പിന്നെ പ്രോഗ്രാംസിനൊന്നും പോകുന്നില്ലല്ലോ. അപ്പം നമ്മൾ പിന്നെ അല്ലാതെ നമുക്കൊരു സ്ത്രീവേഷമൊന്നും കളിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ മോളുടെ പ്രശ്നങ്ങൾ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവളൊരു സ്പെഷ്യൽ ചൈൽഡാണ്. അപ്പം അവളുടെ ഒരു ഇതൊക്കെ കൊണ്ട് ഒത്തിരി നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തെറാപ്പി അതും ഇതുമൊക്കെ ആയിട്ട് നമ്മൾ കോട്ടയത്തായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം മാറ്റിവെച്ച് അവളുടെ കാര്യം എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറേ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. തെറാപ്പികളെല്ലാം കഴിഞ്ഞ് അവളുടെ ഏകദേശം ഒരു +2 ലെവൽ വരെയൊക്കെ അവളെ ഇങ്ങനെ വിട്ട് എല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞങ്ങൾ പതുക്കെ അമ്പലപ്പുഴയിലേക്ക് വീണ്ടും താമസമായി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാറിന്റെ 60ാമത്തെ പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ ശിഷ്യരെല്ലാരും, എത്രയോ ശിഷ്യരുണ്ടായിരുന്നുണ്ടെന്നറിയാമോ സാറിന്. ഇന്ന് കോമ്പറ്റീഷനിൽ പ്രൈസ് കിട്ടുന്നതൊക്കെ സാറിന്റെ കുട്ടികൾക്കാണ്. അങ്ങനെ എന്നെ കൊച്ചിലെ മുതലേ ഡാൻസിനൊക്കെ ഒരുക്കിക്കൊണ്ടിരുന്ന വേറൊരു ആശാനുണ്ട്, കുറുപ്പാശാനാണ്. കുറുപ്പാശാനെ കണ്ടു. അപ്പം പിന്നെ കഥകളി പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ വീണ്ടും ഇങ്ങനെ സംസാരിച്ചു. ഞാനപ്പോൾ എൻ്റെ പ്രസാദ് സാറിനെ വിളിച്ചു ചോദിച്ചു, സാറേ ഞാനിതുപോലെ കളിക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പൊ എനിക്ക് കുറുപ്പാശാൻ ഇതുപോലെ അമ്പലപ്പുഴ അമ്പലത്തിൽ കളിക്കാൻ ഒരു സാഹചര്യം തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ അപ്പൊ സാറിനോട് ചോദിക്കാം. അപ്പൊ സാറ് പറഞ്ഞു, സീമ ധൈര്യമായിട്ട് ഇങ്ങ് പോരെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ആ ഒരു ധൈര്യത്തോടു കൂടിയാണ് ഞാൻ പോയത്. അല്ലാതെ എനിക്ക് വിശ്വാസമൊന്നും, കാരണം ഇനിയിപ്പോ ഇത്രയും വർഷമൊക്കെ ആയി, ഇനിയിപ്പോ കളിക്കാനൊക്കെ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് പിന്നെ സാറിനോട് പറഞ്ഞു, സാറേ ഇതുപോലെ അമ്പലപ്പുഴ അമ്പലത്തിലെ കുറുപ്പാശാൻ ഒരു കളി തരാം, അത് പിന്നെ ഒരു ഇതാണ്, രുക്മിണി വേഷമാണ്, കുചേലവൃത്തം. അപ്പൊ അങ്ങനെ പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ സാറ് പറഞ്ഞു എന്നോട് സീമയ്ക്ക് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് എന്നെ രുക്മിണി പഠിപ്പിച്ചു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുത്തു, അമ്പലത്തിൽ കളിച്ചു. അത് പിന്നെ അതൊരു വലിയ സത്യം. അന്ന് എന്താ പറയണ്ടേന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അതൊക്കെ അത്രത്തോളം എൻ്റെ ഉള്ളിൽ ഉണ്ട്. ആ കഥകളിയെ കുറിച്ചുള്ള ആ കഥകളിയോടുള്ള എൻ്റെ ആ ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ അത്രത്തോളം ഉണ്ടായിരിക്കും. മോളുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതെല്ലാം മറന്ന് ആ ഒരു ലോകം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവൾ ഓട്ടിസ്റ്റിക് ആണ്. അപ്പൊ ഓട്ടിസം അതിനെ ബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ എന്റെ മനസ്സിലുണ്ടായിട്ടുള്ളൂ. ഇത് ഞാനൊരു കലാകാരി ആയിരുന്നു എന്ന് പോലും ഞാനങ്ങ് മറന്നുപോയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടെ ഭഗവാനായിട്ട് കൊണ്ടു തന്നതായിരിക്കും എന്നല്ല, അങ്ങനെ തന്നെയാണ്. ഭഗവാനായിട്ട് തന്നെ എന്റെ ഈ കലയെല്ലാം പോയി എല്ലാം അമ്പലപ്പുഴയിലെ അമ്പലത്തിലെ സ്റ്റേജൊക്കെ കാണുമ്പോൾ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ എല്ലാം ഭഗവാൻ ഒരു സമയത്ത് തിരിച്ചു തന്നു. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രുക്മിണി വേഷം എനിക്ക് കളിക്കാൻ പറ്റി. അങ്ങനെ തുടർച്ചയായിട്ട് ഒരു 2-3 പ്രാവശ്യം ഞാനിപ്പം കളിച്ചു. പിന്നെ എൻ്റെ ഗുരുനാഥനൊപ്പം തന്നെ എനിക്ക് കളിക്കാൻ സാധിച്ചു. ഏവൂർ അമ്പലത്തില് എനിക്ക് 2 പ്രാവശ്യം രുക്മിണി വേഷം കെട്ടാൻ പറ്റി. പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞ് എനിക്കിനി ഒന്ന് പൂതനാമോക്ഷം പഠിക്കണം, കാരണം ഇത്രയും വർഷം ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞു ഞാനെന്താ പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൂതനാമോക്ഷം കളിച്ചു. പൂതനാമോക്ഷം എന്നെ പഠിപ്പിച്ചു. 1.5 മണിക്കൂറോളം ഉണ്ട് സ്റ്റേജിൽ. ഞാൻ കളിച്ചു. അമ്പലപ്പുഴ അമ്പലത്തിൽ എനിക്കത് കളിക്കാൻ സാധിച്ചു. അതുപോലെ എൻ്റെ നിരണം ഒരു 300 ക്ഷേത്രത്തിൽ എനിക്ക് കളിക്കാൻ സാധിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ നൂർനാട്, അവിടെ എനിക്ക് എൻ്റെ അപ്പച്ചിയുടെ 2 അപ്പച്ചിമാരുടെ മക്കള് ചേർന്ന് അവിടെ ഒരു പ്രോഗ്രാം തന്നു. എൻ്റെ സാറിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കുചേലവൃത്തമായിരുന്നു. പിന്നെ എൻ്റെ ഇൻഡിവിജ്വൽ ഐറ്റം പൂതനാമോക്ഷമായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് കളിച്ചു. ആദരവൊക്കെ കിട്ടി, മൊമെൻ്റോ ആദരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കഥകളിയിൽ വീണ്ടും ഞാൻ എൻഗേജ്ഡ് ആവുന്നു. വീണ്ടും ഇപ്പം പഠിച്ചു തുടങ്ങുന്നു. ഇപ്പം കിരാതത്തിലെ കാട്ടാളശ്രീയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
സ്റ്റേജ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കളിക്കാം. ഓരോരോ വേഷങ്ങളിങ്ങനെ കളിക്കാം എന്ന് വിചാരിക്കുന്നു. ഒരുപാടൊന്നും പ്രോഗ്രാം അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല. കാരണം മോളുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഇതൊരു വലിയ ആഗ്രഹം. വീണ്ടും എനിക്കത് കളിക്കാൻ സാധിക്കുന്നു. ഭഗവാൻ അതിനുള്ള അവസരങ്ങൾ തരുന്നു. വീണ്ടും ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനിപ്പം ചാനലൊക്കെ തുടങ്ങിയോണ്ട് ഞാൻ യൂട്യൂബിലൂടെ ഒന്ന് പറയുന്നു, നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നു, അത്രമാത്രം. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇനിയൊരു പ്രാക്ടീസ് സെഷൻ ഉണ്ട്. പ്രോഗ്രാമൊക്കെ കാരണം സാർ ഇച്ചിരി തിരക്കിലായിരുന്നു. അത് കാരണം പഠിപ്പിച്ചൊക്കെ വിട്ടതൊക്കെ ഉണ്ടോ കയ്യിൽ, അതോ അടി വാങ്ങിക്കുമോ എന്നുള്ളതൊന്നും അറിയത്തില്ല. ഞാനെൻ്റെ പ്രാക്ടീസ് സെഷൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടെ ഞാനിടും. അപ്പം എല്ലാവരും കാണണേ, ചാനലൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. താങ്ക് യു. എന്താ ഇതാണ് ശരി, അത്രയാണ്. അത്രയും പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത്രയും പാടില്ല. നമുക്കു ജനകപാർശ്വേ, ജനകന്റെ അടുക്കൽ, അച്ഛൻ്റെ അടുക്കൽ കയ്യിലൊരു നീക്കണത് എൻ്റെ നേരം മണി പറഞ്ഞു. ജനകന്റെ പാർശ്വേ പാർശ്വേ ചെന്നാലല്ലേ ചെന്നോട്ട് നേരെ ഇവിടെ വീണാൽ മുമ്പോട്ട് കൈ മുമ്പോട്ട് വരുമ്പോൾ മുമ്പോട്ട് ഇത് നീന്തുവരെ അവിടെ പോയി കൈ മലരുമ്പോൾ മുകളിൽ പോയിട്ട് താഴേക്ക് ഇറക്കി